പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ അപ്പം വർദ്ധിപ്പിച്ച് ജനത്തിൻ്റെ വിശപ്പടക്കിയത് തൻ്റെ വാക്കുകൾ ദൈവവചനമാണെന്ന് ബോധ്യമാക്കാൻ കൂടിയാണ്. പ്രപഞ്ചത്തിനുമേൽ, പ്രകൃതി നിയമങ്ങളുടെ മേൽ കർത്താവിനുള്ള പരമാധികാരത്തിൻ്റെ അടയാളവുമാണത്. സങ്കീർത്തനം 81:16. ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റിപ്പറ്റുമായിരുന്നു. യേശുവിൻ്റെ കാലത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യവും ഹെറോദിനെ പോലെയുള്ള ഭരണാധികാരികൾ മൂലവും യഹൂദജനം വളരെയധികം ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലുമായിരുന്നു. അവർക്ക് ജോലി സ്ഥിരതയോ സുരക്ഷിതത്വമോ ഇല്ലായിരുന്നു. തന്നെ അനുഗമിച്ചവരോടൊത്ത്, ശിഷ്യരോടൊത്ത് യേശുവും അത് അനുഭവിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ജനം വിശന്നപ്പോൾ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതം സാധാരണക്കാരായ വിശ്വാസികളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന അടയാളമായി. പാവപ്പെട്ടവരോട്, ദരിദ്രരോടുള്ള കർത്താവിൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും. ദൈവമക്കളെ, ദൈവത്തിൻ്റെ നാവിൽ നിന്നും മനുഷ്യനാവശ്യമായ അപ്പവും വചനവും ലഭിക്കുന്നു. അപ്പം നൽകുന്നവനെ അപ്പ എന്ന് വിളിക്കണം മനുഷ്യൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.